നടുവിന് നല്ല പെയിനാണ്. പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൊളീഗിൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ IREC ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത്. നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും IT പ്രൊഫഷണൽസ്, പിന്നെ വീട്ടമ്മമാർ. കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക, ഇതെല്ലാം തന്നെ ഈ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട്. നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല. സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത്. കോതമംഗലത്ത് കൃഷി വകുപ്പിന്റെ സമൃദ്ധി ആഗ്രോ മാർട്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നടന്നു. കോതമംഗലം നഗരത്തിൽ ബിഷപ്സ് ഹൌസിൽ സമീപം ബൈപ്പാസ് റോഡിൽ ആരംഭിച്ച കൃഷി വകുപ്പിന്റെ സമൃദ്ധി ആഗ്രോ മാർട്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ആവശ്യമായ പിന്തുണ കൊടുക്കേണ്ടതും ഗവൺമെന്റിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ വിശാലമായ കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ടാണ് സംസ്ഥാനത്ത് വിവിധങ്ങളായ നൂതനമായ ആശയങ്ങൾ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ കർഷകരെ സംബന്ധിച്ച് ഒട്ടനവധി പ്രതിസന്ധികളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ന്യായമായി വില ലഭിക്കുന്നില്ല എന്നുള്ള വിഷയം, അതിനുവേറെ കൃത്യമായ വിപണന സാധ്യത ഇല്ല എന്നുള്ളതും ഒരു വലിയ വിഷയമായി തന്നെ നമ്മുടെ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന നഗരസഭാ ചെയർമാൻ പ്രിൻസ് വർക്കി നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ആത്മ പ്രോജക്ട് ഡയറക്ടർ ഇന്ദു P. നായർ പദ്ധതി വിശദീകരിച്ചു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ വിധു വർക്കി, കോതമംഗലം അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയ മോൾ തോമസ്, നഗരസഭാ കൌൺസിലർമാർ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ സാധാരണ ഗതിയിൽ പല കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവരുടെ സമയമനുസരിച്ച് അവർ പൈസ നൽകുന്നു, അതുപോലെ നല്ല വില നൽകുന്നില്ല. ഈ രീതിയിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കർഷകർ എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവരെ സഹായിക്കുക എന്ന ലക്ഷ്യവുമായി കൃഷി വകുപ്പ് വളരെയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം അഭിനന്ദനാർഹമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ വളരെ കാര്യങ്ങൾ കർഷകരെ സഹായിക്കുവാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഈ മാറിയ സാഹചര്യത്തിൽ വിഷമില്ലാത്ത പച്ചക്കറി ലഭിക്കുക എന്നത് നമുക്ക് ഓരോരുത്തർക്കും വളരെയേറെ ആവശ്യകരമായ ഒരു കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.